ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആദ്യം തന്നെ വൈജയന്തി മക്കൾക്ക് ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബബിത ചോദിച്ചു, അമ്മ ഇന്ന് ഹോസ്പിറ്റലിൽ പോയായിരുന്നു. ഞാനെന്തിനാ പോകുന്നത്, എനിക്ക് അസുഖമൊന്നും ഇല്ലല്ലോ എന്ന് വൈജ. അമ്മയ്ക്ക് അസുഖമുണ്ട്, പക്ഷെ മരുന്നില്ല എന്ന് കൃഷ്ണജ പറഞ്ഞു. അതെന്താടി മരുന്നില്ലാത്ത അസുഖം, എന്തസുഖമാടി എനിക്കെന്ന് ചോദിക്കുന്നത്. ഇപ്പൊ ബബിതേച്ചി ചോദിച്ചു തന്നെ, അമ്മ ഹോസ്പിറ്റലിൽ പോയോ എന്ന് ബബിതേച്ചി ചോദിച്ചപ്പോ അമ്മ എന്താ പറഞ്ഞത്, ഞാൻ എന്താടി പറഞ്ഞതെന്ന് ചോദിച്ചു. വൈജ ദേഷ്യപ്പെടുക. അപ്പൊ അതിന് ചികിത്സയിലെന്നാ പറഞ്ഞത് മനസ്സിലാകാത്ത അസുഖത്തിനാണെന്ന കാര്യം കൃഷ്ണ പറയാം. ഞാൻ ചോദിച്ചത് അലീനയെ കാണാൻ വേണ്ടി അമ്മ പോയോന്നാണെന്ന് ബബിത പറയുമ്പോ, ആണോ, എനിക്ക് മനസ്സില്ലായിരുന്നടി പോകാനെന്ന് പറയുന്നു വൈജ. പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മയ്ക്ക് മനസ്സില്ല, മനസ്സെവിടെയോ കളഞ്ഞു പോയെന്ന് കൃഷ്ണജ പറയാം. ചായ കുടിച്ചിട്ട് എഴുന്നേറ്റ് പോടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൃഷ്ണജയോടും അതുപോലെ ബബിതയോടും ദേഷ്യപ്പെടുന്ന വൈജയുടെ വാക്കുകൾ കേട്ട് നമ്മുടെ ബാലൻ അങ്ങോട്ടേക്ക് വന്നു. കൃഷ്ണജ മോളെ, നിന്റെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്, നല്ല ഉഷാറാണോ എന്ന് ചോദിച്ചു. പിന്നെ ഓടണോ ചാടണോ മറിയണോ എന്തിനും ഞാൻ റെഡിയാണെന്നൊക്കെ പറഞ്ഞു. എന്നാ നമുക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോയാലോ? ആ, ഞാൻ അച്ഛനോട് ചോദിക്കാൻ തുടങ്ങായിരുന്നു എന്നെ കൊണ്ടുപോകുമെന്ന്. എനിക്ക് അലീന ചേച്ചി ഒന്ന് കാണണമെന്ന് പറഞ്ഞു കൃഷ്ണജ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒരു 5 മണിയാകുമ്പോൾ റെഡി ആയിക്കോളാൻ പറഞ്ഞു. ആ ശരി എന്നും പറഞ്ഞ കൃഷ്ണൻ സന്തോഷിക്കുമ്പോൾ, എന്ത് അത്യാവശ്യം അറിഞ്ഞില്ല, ആശുപത്രിയിലേക്ക് പോകാഞ്ഞിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ നൈറ്റ് ഡ്രസ്സും പഠിക്കാനുള്ള ബുക്സും കാര്യങ്ങളെല്ലാം എടുത്തോളണം. ഇന്ന് രാത്രി നീയാണ് അലീനയുടെ ബൈസ്റ്റാൻഡർ എന്ന് പറയുമ്പം, ഓഹോ അടിപൊളി എന്നും പറഞ്ഞ് കൃഷ്ണജി ഇങ്ങനെ പറയും കേട്ടോ. ഇത് കേട്ടപ്പോ, ഇത് എന്നതൊക്കെ ഈ പറയുന്നതെന്ന് ചോദിച്ചു വൈജ. ഈ പെങ്കൊച്ചിന് വലിയ ഹോസ്പിറ്റലിലും കൊണ്ടുപോയി കൂട്ടിരിപ്പുകാരിയായിട്ട് നിർത്താനോ, അതും ഇവിടുത്തെ വേലക്കാരിക്ക് അത്ര ഗതികേടൊന്നും എന്റെ മോൾക്ക് വന്നിട്ടില്ല. അവളെ കൈതയ്ക്കൽ മാളിക വീട്ടിൽ വൈജയന്തിയുടെ മോളാണെന്നും പറഞ്ഞ് ഇങ്ങനെ ആളാകുമ്പോ ആ വലിയ കൊമ്പത്തെ മാളിക വീട്ടിൽ ശിവശങ്കര മേനോന്റെ മകൻ മനുശങ്കർ ആണ് ഇപ്പൊ അലീനയുടെ കെയർ ടേക്കറും ബൈസ്റ്റാൻഡറും എല്ലാം. അവൻ നാണമില്ലാത്തതായി പോയത് എന്റെ കുറ്റമാണോ എന്ന് വൈജ ചോദിക്കുമ്പോ, നിന്റെ കെട്ടിയവൻ ആയ ബാലചന്ദ്ര മേനോന്റെ നാണവും മാനവും ഒന്നും നിനക്ക് പ്രശ്നമല്ല. ഇതേ ഇവളിന്ന് ബൈസ്റ്റാൻഡർ ആയിട്ട് നിന്നില്ലെങ്കിൽ ഞാനാണ് അവൾക്ക് ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കേണ്ടതെന്ന് ബാലചന്ദ്രൻ പറഞ്ഞു. നിങ്ങൾക്കൊക്കെ ഇത് എന്തിന്റെ കേടാ, അല്ല എനിക്ക് മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുകയാണെന്ന് പറയുമ്പോ ബാലനൊന്ന് ചിരിച്ചു. ഇതേ ചോദ്യം തന്നെ എനിക്ക് നിന്നോടും തിരിച്ചു ചോദിക്കാനുള്ളതെന്നും പറഞ്ഞു. ഇങ്ങനെ നോക്കിയിരിക്കുക. എന്താണ് നിന്റെ പ്രശ്നം? അഹങ്കാരമാണോ, ഈഗോയാണോ, അറിവില്ലായ്മയാണോ, അല്പത്തരമാണോ, അതോ ഇതെല്ലാം കൂടിയാണോ? അപ്പൊ കൃഷ്ണൻ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയും. നിനക്ക് ചിന്തിക്കാനുള്ള പ്രായമായി, നിന്റെ നിലയും വിലയും നോക്കി വേണം നീ തീരുമാനം എടുക്കാൻ. അവനവന്റെ നാണവും മാനവും കളഞ്ഞു കുളിക്കരുതെന്ന് പറയുമ്പോ, എനിക്ക് നാണം കെട്ടവളായാൽ മതി എന്ന് കൃഷ്ണൻ നേരം വൈദ്യയോട് മറുപടിയും പറഞ്ഞു. പിന്നെ ഇന്നൊരു ദിവസത്തേക്കല്ലേ ഉള്ളൂ, എനിക്ക് എന്റെ അച്ഛന്റെയും മനുവേട്ടന്റെയും ആ ലെവലിലുള്ള നിലയും വിലയൊക്കെ മതിയെന്നും കൃഷ്ണജ വൈദ്യയോട് പറയാം. വൈദ്യ മാറിപ്പോയി കേട്ടോ, മിണ്ടാട്ടം മുട്ടിപ്പോയി. അങ്ങനെ ബബിത അവിടുന്ന് പതുക്കെ തടി തപ്പി അങ്ങ് എഴുന്നേറ്റ് പോയി. ബബിത അങ്ങ് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോ, നീ വേഗം റെഡി ആയിക്കോ, പോകാറാകുമ്പോ പറ, അപ്പോഴേക്കും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യട്ടോ എന്നൊക്കെ പറഞ്ഞു. യൂണിഫോമും സ്കൂൾ ബാഗും എല്ലാം എടുത്തോളണം, നാളെ നിനക്ക് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ സ്കൂളിലോട്ടും പോകാമെന്ന് പറഞ്ഞു. അപ്പൊ അത് ഞാൻ ഏറ്റു, ഓക്കെ എന്നും പറഞ്ഞു നമ്മുടെ കൃഷ്ണ ഭയങ്കര സന്തോഷത്തോടെ അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റ് പോയി. കൃഷ്ണയ്ക്ക് അതൊരു ത്രില്ലായിട്ടാ കൃഷ്ണ എടുത്തത്. അപ്പൊ ബാലചന്ദ്രൻ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അതോ അവളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് വൈദ്യ ചോദിക്കുമ്പോ ഉണ്ടല്ലോ, നിന്നെ തോൽപ്പിക്കാൻ ആർക്കാ വൈദ്യ പറ്റുന്നതെന്ന് ബാലൻ ചോദിക്കാണ്. ഒരാള് തോൽക്കണം എന്ന് മനസ്സിലാക്കണമെങ്കിൽ അയാൾ തോറ്റു എന്ന് അയാൾ തന്നെ അറിയണം. അതിന് ബുദ്ധിയും വിവേകവും അല്ലെങ്കിൽ വിവേചന ശക്തിയും എല്ലാം വേണം. അപ്പൊ എനിക്കതൊന്നും ഇല്ല, ഞാൻ സമ്മതിച്ചു. പിന്നെ എന്തുകൊണ്ടാണാവോ കൈതയ്ക്കൽ മാളിക വീട്ടിൽ പഠിക്കൽ വന്ന് പടിഞ്ഞു കിടന്നത്? എനിക്ക് വൈദ്യയെ തരണേ, എനിക്ക് വൈദ്യയെ കെട്ടിച്ച് തരണേന്നും പറഞ്ഞ് യാചിച്ചുകൊണ്ട് എന്നും ചോദിച്ച് ഈ വൈദ്യൊക്കെ ഇങ്ങനെ പറയുമ്പോ അതൊരു വാശി, ഒരു റിവഞ്ച് ആയിരുന്നു എന്ന് അദ്ദേഹം പറയാം. എന്തുകൊണ്ടാണ് വൈദ്യ കെട്ടിയതെന്നുള്ള സത്യം ബാലചന്ദ്രൻ അവരുടെ മുഖത്ത് നോക്കി പറയുവാണ്. അന്ന് ഇതില്ലായിരുന്നു എന്നും പറഞ്ഞ് തലയിൽ തൊട്ട് കാണിച്ചു, ബുദ്ധി ഇല്ലായിരുന്നു എന്ന്. തലയ്ക്കകത്ത് വെറും ക്ലേ ആയിരുന്നു, കളിമണ്ണ് എന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തില്ലേ വായ അട്ടപ്പിച്ചുകൊണ്ട് വൈജയന്തിക്കിട്ട് നമ്മുടെ ബാലചന്ദ്രൻ. അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി വൈജ, ഒന്നും മിണ്ടാനില്ലാതെ നാണം കെട്ട് അങ്ങനെ ഇരിക്കുകയല്ലേ. അങ്ങനെ മുറിയിൽ ചെന്ന് വാതിലും കൊട്ടി അങ്ങ് അടച്ചു. അങ്ങനെ നമ്മുടെ ബാലൻ ഒരു ഇതും ഇല്ലാതെ അവിടെ ഇരുന്ന് ചായ കുടിച്ചോണ്ടിരിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഹോസ്പിറ്റലിലുള്ള നമ്മുടെ അലീനയെയും അതുപോലെ തന്നെ മനുവിനെയാണ് കാണിക്കുന്നത്. മനു ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, അലീന അവിടെ കിടക്കുന്നു. അപ്പോഴേക്കും കൃഷ്ണ ഓടി വന്നു. കൃഷ്ണ ഓടി വന്നിട്ട് അലീന ചേച്ചി എന്ന് പറഞ്ഞ കയ്യിൽ പിടിക്കുക, മോളെ എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ എവിടെയാന്ന് ചോദിച്ചു. അച്ഛൻ പുറകെ വരുന്നുണ്ട്, ഞാൻ അച്ഛനോട് റൂം നമ്പർ ചോദിച്ചിട്ട് ഓടി കയറി പോകുന്നതാണെന്നും കൃഷ്ണ പറയൂ കേട്ടോ. അപ്പൊ മനുവിനെ കണ്ടപ്പോ, ഓ മനുവേട്ടാ വേണ്ട, നമ്മളൊന്നും മൈൻഡ് ചെയ്യണ്ടേ, നമ്മളാരാ, അയ്യോടാ പാവ രാജകുമാരൻ, ഒരു കത്രിക എടുത്ത് വയറ്റത്ത് കുത്തിയിട്ടേ വന്ന് കിടക്കാൻ മേലായിരുന്നോ?
അപ്പൊ മനുവേട്ടന്റെ അടുത്തേക്ക് മോടി വരാം. എനിക്ക് പറ്റിയ കത്രിക ഇതുവരെ മാർക്കറ്റിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു മനു അന്നേരം. അലീന ചേച്ചി കെയർ ചെയ്യാന്നാ എല്ലാരും വിചാരിച്ചു വെച്ചിരിക്കുന്നെ. ഇവിടെ വർക്ക് ഫ്രം ഹോം അതല്ലേ പരിപാടി, ഇപ്പൊ ജീവിച്ച് പോണ്ടേ മോളെ എന്ന് നമ്മുടെ മനു ചോദിക്കാം. അപ്പോഴത്തേക്കും ബാഗൊക്കെ ആയിട്ട് ബാലൻ അങ്ങോട്ടേക്ക് കയറി വന്നു. അയ്യോ അത് എന്റെ ബാഗല്ലേ? അപ്പൊ അതെ. ഒരുത്തി കാറ് നിർത്തിയത് ഇറങ്ങിയ ഒരു ഒറ്റ ഓട്ടം. ബാഗും വേണ്ട, കൊടയും വേണ്ട, ഒന്നും വേണ്ട. അപ്പൊ സോറി അച്ഛാ, ഞാൻ മറന്നുപോയെന്ന് പറഞ്ഞു കൊച്ച്. പക്ഷെ വീട്ടില് ഞാനല്ലേ ബാഗൊക്കെ എടുത്ത് കാറിൽ വെച്ചത്. ഓ ആണോ, ഭയങ്കര ത്യാഗമായിപ്പോയെന്ന് മനു പറയുമ്പോ ഞാൻ അങ്ങോട്ടൊന്നും പറഞ്ഞില്ല കേട്ടോ എന്ന് പറഞ്ഞ് കൃഷ്ണ മനുവിനോട് പറയണം. അപ്പൊ മനു, നീ ഇന്ന് കൊല്ലപ്പള്ളിക്ക് പോയിക്കോ, ഉറക്കം ഉളച്ചതല്ലേ എന്ന് ചോദിച്ചു. ഇന്നലെയും നീ ഉറക്കം ഉളച്ചതല്ലേ? ഇന്ന് കൃഷ്ണമോളുണ്ട് അലീനയ്ക്ക് കൂട്ടിനെന്ന് പറയുമ്പോ ഇങ്ങനെ നോക്കി ചിരിക്കും അലീന. അപ്പൊ നീ നല്ലപോലെ നോക്കൂടി, അതോ പോത്ത് പോലെ കിടന്ന് ഉറങ്ങുക. ഞങ്ങൾ ഇന്ന് രാത്രി മുഴുവൻ വർത്താനം പറഞ്ഞ് നേരം വെളുപ്പിക്കുമെന്ന് കൃഷ്ണ അന്നേരം പറയാം. എന്നും പറഞ്ഞു മനു തലയാട്ടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പൊ ബാലൻ വന്ന് അവിടെ സൈഡിലിട്ടിരിക്കുന്ന കസേരയിൽ വന്നിരുന്നു. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ചോദിച്ചു. ക്ഷീണവും തളർച്ചയൊക്കെ മാറിയോ എന്ന് ചോദിക്കുമ്പോൾ കുറഞ്ഞു, നല്ല ആശ്വാസം ഉണ്ടെന്ന് അലീന പറയുക. അപ്പൊ വേദനയുണ്ടോ വയറിനെന്ന് ചോദിക്കുമ്പോൾ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ചെറിയൊരു വേദനയുണ്ട്, വയറിന്റെ മസിൽസ് അനങ്ങുമ്പോഴാണെന്നാ ഡോക്ടർ പറഞ്ഞതെന്ന് അലീന ബാലനോട് പറയാം. അപ്പൊ സൂക്ഷിക്കണം, മുറിവ് തുന്നിക്കൂട്ടി വെച്ചിരിക്കുകയല്ലേ, സ്റ്റിച്ച് ഇട്ടത് വലിയുമ്പോഴാണ് വേദന വരുന്നതെന്ന് ബാലചന്ദ്രൻ അലീനോട് പറയുക. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം മനു, ഇന്നിപ്പോ അലീനയ്ക്ക് ഒരു ബൈസ്റ്റാൻഡറിന്റെ ആവശ്യമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു. അപ്പൊ നിനക്ക് എന്തെങ്കിലും വേണോ, കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലുമൊക്കെ? ഒന്നും വേണ്ട, മനുവേട്ട വാങ്ങിച്ച് തന്നായിരുന്നു എന്ന് പറഞ്ഞു. ആഹാ ആണോ? മനു ഒരു പിശുക്കനാണെന്നാണ് എന്റെ ഒരു അറിവ് എന്ന് നമ്മുടെ ബാലൻ പറഞ്ഞു. ഹോസ്പിറ്റലില് അതിന് ഉള്ള സാധ്യത ഇല്ലല്ലോ അങ്ങളെ. അപ്പൊ ശരി, എന്നാ നമുക്ക് ഇറങ്ങാം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുമോട്ടെ അലീനയെന്ന് പറഞ്ഞു. അങ്ങനെ മനു അലീനയോട് യാത്ര പറയാം, ഞാൻ പോട്ടെ, അപ്പൊ നാളെ കാണാം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ മനു ആണെങ്കിൽ അലീനയെ നോക്കി ഇങ്ങനെ പറയരുതെന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിക്കും. അപ്പൊ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ട് പോവുക, നല്ലപോലെ നോക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ചുമ്മാ നോക്കിയിരുന്നാ മതിയോ? അപ്പൊ റെസ്റ്റ് കൊടുക്കണമെന്നാ പറഞ്ഞത്, നാക്കിട്ട് അലച്ചോണ്ടിരിക്കരുത് ഫുൾ ടൈം എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ ഏറ്റെന്ന് പറഞ്ഞു കൃഷ്ണ. അങ്ങനെ മനു കൃഷ്ണ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് പോവാ. അപ്പൊ അങ്ങനെ നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ പോണു. മനു തിരിഞ്ഞു നോക്കി അങ്ങ് പോയി കേട്ടോ. അപ്പതേ ഇന്നിപ്പം നമ്മൾ രണ്ടുപേരും മാത്രമേ ഇവിടെ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ച് നല്ല കുട്ടിയായിട്ട് മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോളണം എന്ന് പറഞ്ഞു. അല്ല, കിടന്നോളണം. ഓ, ഇന്ന് ഇളയറാണി തിരുമനസിന്റെ ഉത്തരവ് അല്ലേ എന്ന് അലീന. അങ്ങനത്തെ നമ്മുടെ കൃഷ്ണൻ എന്നിട്ട് ഓടിച്ചെന്ന് ഏതാണ്ടൊക്കെ എടുത്തുകൊണ്ടുവന്ന് അലീനയുടെ കയ്യിൽ കൊടുക്കുക. അപ്പൊ ഇതെന്താന്ന് ചോദിച്ചു. അപ്പൊ ചോക്ലേറ്റ് ആണെന്ന് പറഞ്ഞു. എന്താ വിശേഷം? അലീന ചേച്ചിക്ക് കുത്ത് കിട്ടിയ ഹോസ്പിറ്റലിലെ എന്നൊക്കെ പറയുമ്പോ നീ എന്നെ ചിരിപ്പിക്കില്ലേ മോളെ, വയറ് വേദനിക്കുമെന്ന് അലീന പറയാ കൊച്ചിനോട്. പിന്നെ എനിക്ക് കിട്ടിയ കുത്ത് നീ അങ്ങ് സെലിബ്രേറ്റ് ചെയ്യാണല്ലേ എന്ന് ചോദിക്കുമ്പോ പിന്നല്ലാതെ ഇതൊക്കെ ചരിത്ര സംഭവങ്ങളല്ലേ എന്നും പറഞ്ഞ് നമ്മുടെ കൃഷ്ണ ഇങ്ങനെ പറയാം. പിന്നെ അലീന കൃഷ്ണ കൊണ്ടുവന്ന ചോക്ലേറ്റ് ഒക്കെ എടുത്ത് കഴിക്കുന്നു. പിന്നെ കുറച്ച് കൊച്ചിനും കൊടുത്തു. രണ്ടുപേരും കൂടെ കഴിക്കാം. അപ്പോഴത്തേക്കും അടുത്ത സാധനം ബാഗിൽ നിന്ന് എടുത്തു. അപ്പൊ വിരൽത്തുമ്പിൽ സൂര്യോദയം, ഒരു ഫോൺ കോള്. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊച്ച് അടിച്ചു പൊളിക്കാൻ വേണ്ടി തന്നെ തീരുമാനിക്കാം. ഇത് ചേച്ചി കഴിക്കാൻ പറഞ്ഞു. അപ്പൊ അലീന അത് കൃഷ്ണയ്ക്ക് കൊടുത്തപ്പം ഇത് ചേച്ചിക്ക് വേണ്ടി ഞാൻ പ്രത്യേകിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഫുഡ് ഡെലിവറിക്ക് ഫോൺ വരെ കൊണ്ടുവന്നാണ് ആശാത്തി ഇങ്ങ് പോന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് നമ്മുടെ മനു ഒരു പോക്ക് പോയില്ലേ വീട്ടിലേക്ക്. അവിടെ ചെന്ന് നല്ല മാസ് എൻട്രിയാണ് വീട്ടിലേക്ക്. അപ്പൊ വീട്ടിലേക്ക് വന്ന് കയറിയ മകനെ പിറകിൽ നിന്ന് വലിക്കാനായിട്ട് അമ്മ നിൽക്കുക. ഹോസ്പിറ്റലിൽ നിന്ന് വരുമായിരിക്കും അല്ലേ നീ വെച്ചപ്പം അതെ, വന്നിട്ട് 2 ദിവസമായെന്ന് കേട്ടല്ലോ, ഈ വഴിക്ക് കണ്ടില്ലോ എന്ന് അമ്മ പറയുമ്പോ ഹരി എന്തെന്ന് ചോദിച്ചു. നിനക്ക് നാണമില്ലടാ മനു, വലിയ വീട്ടിലും വേലക്കാരിയായി നിൽക്കുന്ന പെണ്ണിന്റെ ബൈസ്റ്റാൻഡർ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി നിൽക്കാനും അവളുടെ കാല് തീരുമാനും അവൾക്ക് ചായ മേടിച്ചു കൊടുക്കാനും. നീ ഇത്രയ്ക്ക് അന്തസ് കെട്ടവനാണോടാന്ന് ചോദിക്കുമ്പോ ഹരി എവിടെയെന്നാ ചോദിച്ചതെന്ന് പറഞ്ഞോണ്ട് 2 ഒച്ച വയ്ക്കലും മനു. അപ്പൊ അമ്മയൊന്ന് പേടിച്ചു. അവൻ മുകളിൽ അവന്റെ മുറിയിൽ കാണും. എന്താടാ നീ ചോദിക്കുമ്പോ അമ്മയെ ഒരു നോട്ടം നോക്കി നമ്മുടെ മനു അങ്ങ് കയറി ചെന്നു. അമ്മയ്ക്ക് ശരിക്കും പേടിയായി. മനു വന്നിട്ട് ചെന്ന് ഹരിയുടെ മുറിയുടെ ഡോറ് തുറക്കാൻ നോക്കി, പക്ഷെ തുറക്കത്തില്ല. ഇവൻ അകത്തുനിന്ന് പൂട്ടിയിരിക്കാം. കുറെ പ്രാവശ്യം ഇങ്ങനെ ഇതാക്കി നോക്കി, പക്ഷെ തുറക്കത്തില്ല. അത് കഴിഞ്ഞ് വാതിലിൽ കൊട്ടി. അപ്പോഴേക്ക് അനിയൻ വന്ന് വാതിൽ തുറന്നു. ചേട്ടനെ കണ്ടപ്പോഴത്തേക്കും മനുവേട്ടൻ ഇങ്ങ് പോന്നോ എന്ന് ഹരി ചോദിക്കുക. ഒരു അളിച്ച ചിരിയൊക്കെ ചിരിച്ച്. മനുവിന്റെ നോട്ടം കണ്ടിട്ട് ഇവൻ അത്ര പന്തിയായിട്ട് തോന്നണില്ല. എന്താ അല്ല എന്നെ ഇങ്ങനെ നോക്കുന്നേ എന്ന് ചോദിച്ചപ്പോ അമ്മ താഴെ നിന്നതൊക്കെ വട്ടം പിടിച്ച് കേട്ടോണ്ട് നിൽക്കുക. മനു അകത്തേക്ക് കയറി വാതിൽ അങ്ങ് അടച്ച് കുറ്റിയിട്ടു. അത് കണ്ടപ്പോ എന്താ ഏട്ടാന്ന് ചോദിച്ചു. പിടിച്ച് കൊടുത്ത് അവന്റെ ചെവിക്കല്ല് തീർത്ത ഒരൊറ്റ ഒരെണ്ണം നമ്മുടെ മനു. അവൻ കറങ്ങി അടിച്ചതേ പോയി കിടക്കുന്നു കട്ടിലേക്ക്. മനുവിന്റെ ഉള്ളിലെ ദേഷ്യം മുഴുവനും മനുവിന്റെ ദേഹത്ത് തീർക്കാനായിട്ട് തന്നെ വന്നതാ. എന്തിനാ എന്നെ അടിച്ചെന്ന് ചോദിച്ചു. കൊടുത്ത് അടുത്ത അടി അടുത്തതിന് അവനെ മുറിക്കാത്തിട്ട് അടിച്ച് ചവിട്ടി കൂട്ടി നമ്മുടെ മനു പ്രതികാരം.
അപ്പൊ എന്നെ അടിച്ചത് എന്തിനാണ്? വീണ്ടും അടിച്ചു. മനുവിന്റെ പ്രതികാരം എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ പ്രതികാരം തന്നെ. ഇവനെ ഒന്നിനും കൊള്ളാത്തവനാക്കുന്ന രീതിയിലുള്ള അടിയാണ്. അപ്പോഴത്തേക്ക് ഇവൻ എഴുന്നേറ്റ് നിന്നിട്ട് വീണ്ടും ചോദിച്ചത് കേട്ടില്ലേ, എന്തിനാ എന്നെ അടിക്കുന്നതെന്ന്? പിന്നെയും കൊടുത്തു. ഒന്നും മിണ്ടുന്നില്ല. മനു ഇങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കുന്നു, വാങ്ങിച്ചോണ്ടിരിക്കുന്നു, ചോദിച്ചോണ്ടും ഇരിക്കുന്നു. കിട്ടാത്തവൻ ചോദിച്ച് മേടിച്ചോണ്ടിരിക്കുക. ഈ ഹരി എന്റെ ദേഹത്ത് തൊട്ട് കളിക്കരുതെന്നും പറഞ്ഞോണ്ട് വിരള് ചൂണ്ടി മനുവിന്റെ മുന്നിലേക്ക് ചെന്നപ്പോ ഇവന്റെ കൈ പിടിച്ച് ഓടിച്ചു. എന്ന് പറഞ്ഞു ഒച്ചയ്ക്ക് ഇവൻ കിടന്ന് കാറും. അപ്പോഴത്തേക്ക് ശബ്ദം കേട്ട് അമ്മ താഴെ നിന്ന് പറന്ന് മുറിയുടെ അവിടെ വന്നു. മുറി കുറ്റിയിട്ടിരിക്കുകയല്ലേ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അമ്മ മുറിയുടെ ചോട്ടിൽ വന്ന് നിന്ന് വിളി തുടങ്ങി. പക്ഷെ ഇവിടെ കിടന്ന് അടിയോടടിയാ. ചൂണ്ടുന്ന വിരൽ അന്നേരം എല്ലാം പിടിച്ച് ഒടിക്കുകയാണ് നമ്മുടെ മനു. പിന്നെ അടിച്ച് അവനെ അവിടെ ഇട്ട് ഇഞ്ച പരുവാക്കുന്നു. അങ്ങനെ അവനെ കൊട്ടിലേക്ക് കിടത്തിയും കൊടുത്തു കേട്ടോ. അമ്മയാണെങ്കിൽ ചെവി വട്ടം പിടിച്ച് വാതിൽക്കൽ ഇങ്ങനെ വന്ന് നോക്കി നിൽക്കും. അമ്മയ്ക്കാണെ പേടിയായി. തുറക്കെന്ന് പറഞ്ഞു. വാതിൽ തുറക്ക് ഹരി, വാതിൽ തുറക്കാൻ പറഞ്ഞു. അമ്മ കിടന്നു ഇവനെ അടിക്കാൻ വാതിൽ തുറക്കാൻ ഓടുമ്പോ അവിടെ എല്ലാം പിടിച്ച് വലിച്ച് ഇങ്ങോട്ട് വീഴ്ചിട്ട് അടിക്കുവാണ് മനു ഈ ഹരിയെ. വാതിൽ തുറക്കട ഹരി, വാതിൽ തുറക്കട മനു എന്നും പറഞ്ഞു അമ്മ കിടന്ന് വിളിയോ വിളി. ആര് കേൾക്കാൻ, എവിടെ കേൾക്കാൻ? മനു കൊടുത്തോണ്ടിരിക്കല്ലേ ഇവനിട്ട്. ഇവനെ മുറിക്കാതിട്ട് മനു കൊല്ലുവാട്ടോ. അപ്പോഴേക്കും ഇവൻ അവസ്ഥയായി. ഇനി എന്നെ തല്ലരുത് പ്ലീസ് എന്നും പറഞ്ഞോണ്ട് ഇവനിങ്ങനെ കൈ കൂപ്പി കാണിച്ചു മനുവിന്റെ നേരെ. മനു വീണ്ടും ചെന്ന് ഇവനെ പിടിച്ചു. എന്നെ അടിക്കരുതെന്നും പറഞ്ഞു ഇവൻ പ്ലീസ് പറഞ്ഞുകൊണ്ടിരിക്കുക. നീ എന്നോട് ചോദിച്ചില്ലേ എന്തിനാ ഞാൻ നിന്നെ അടിച്ചതെന്ന്? നിനക്ക് മനസ്സിലായോ എന്നു മനു ചോദിച്ചു. അപ്പോഴേക്കും മോനെ ഹരി എന്നും പറഞ്ഞു അമ്മ അവിടെ കിടന്ന് അടിച്ച് തല്ലി വിളിക്കുക. എടാ വഴക്കുണ്ടാക്കലടാ മക്കളെ എന്നും പറഞ്ഞോണ്ട് വാതിൽ തുറക്കണ മക്കളെ എന്നും പറഞ്ഞു അമ്മ അവിടെ കിടന്ന് ചോദിക്കാം. അപ്പൊ മനു അവനെ കൊണ്ട ഭിത്തിക്ക് ചേർത്തങ്ങ് നിർത്തിയിട്ട് നിനക്ക് മനസ്സിലായോടെന്ന് ചോദിച്ചു. ഞാൻ എന്തിനാ നിന്നെ അടിച്ചതെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് പറയടാ. അപ്പൊ മനസ്സിലായി എന്നും പറഞ്ഞോണ്ട് ഇവനിങ്ങനെ പറഞ്ഞു തീർന്നില്ല. അടുത്തത് പിന്നെയും കൊടുത്തു. അങ്ങനെ നിനക്ക് മനസ്സിലായോടാന്ന് ചോദിച്ചു. മനു ഭയങ്കരമായിട്ട് ഒച്ചയ്ക്ക് ചോദിക്കാം. അപ്പൊ മനസ്സിലായി എനിക്ക് മനസ്സിലായി. അടിക്കല്ലേ മനുവേട്ടാ, എന്നെ അടിക്കല്ലേ മനുവേട്ടാന്നും പറഞ്ഞോണ്ട് ഇവൻ കാറുവാ. അപ്പൊ എനിക്കെല്ലാം മനസ്സിലായി എന്നും പറഞ്ഞു. അങ്ങനെ ഇവന്റെ കൊങ്ങയ്ക്ക് കയറി പിടിച്ച് വെച്ചിരിക്കുക നമ്മുടെ മനു. അപ്പോഴേക്കും മോനെ മനു, എടാ അതിൽ തുറക്കടാ മോനെ മനു എന്നും പറഞ്ഞ അമ്മ അവിടെ കിടന്ന് അടിയും ബഹളവും ഒച്ചപ്പാടും ഒക്കെ. എന്റെ ഈശ്വര എന്തൊക്കെ ഇവിടെ നടക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ കിടന്ന് അമ്മ വിളിക്കുമ്പോഴത്തേക്കും ഇളയ മോന്റെ കുത്തിന് പിടിച്ച് അമ്മയുടെ മുന്നിൽ കൊണ്ടേ നിർത്തിയിരിക്കുക. മനു ആടിച്ച് പരുവം കെടുത്തി നിർത്തിയിരിക്കുന്ന മകനെയും ആടിച്ച് പരുവം കെടുത്തിയ മകനെയും മാറി നോക്കിക്കൊണ്ട് അമ്മ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അമ്മ എന്നും പറഞ്ഞോണ്ട് ഇവനിങ്ങനെ നിൽക്കുന്ന ഈ ഹരി. അപ്പോഴേക്കും ഈ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം. എന്തിനാടാ മനു എന്റെ മോനെ ഇതുപോലെ തല്ലിച്ചതച്ചത് എന്തിനാടാ എന്നും ചോദിച്ചുകൊണ്ട് അമ്മ മനുവിനോട് ചോദിക്കുന്നു. മനു ഒന്നും മിണ്ടുന്നില്ല. എടാ ദുഷ്ടാ, എന്റെ മോനെ നീ തല്ലി കൊല്ലാറാക്കിയല്ലോടാന്ന് പറഞ്ഞിങ്ങനെ പറയുമ്പോ പറയടാ എന്തിനാ ഞാൻ നിന്നെ തല്ലിയത് പറയടാന്ന് പറഞ്ഞു. മര്യാദക്ക് പറയടാന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ പേപ്പട്ട് തല്ലുന്നത് പോലെ നിന്നെ ഞാൻ തല്ലും എന്നും മനു വീണ്ടും ഹരിയോട് പറയുക. അപ്പൊ ഞാൻ ഇന്നലെ ക്ലാസ് കട്ട് ചെയ്ത് കടപ്പാട്ടൂര് അവിടെ വീട്ടിൽ പോയിരുന്നു, രോഹിത്തിന്റെ അടുത്ത് പോയി. എന്നിട്ടോടാ പറയടാന്ന് പറഞ്ഞു മനു ഇവനെ കൊണ്ട് സകലതും കമലയുടെ മുന്നിൽ പറയിക്കുക. ഇവനൊട്ടും പ്രതീക്ഷിച്ചില്ല. കമല അത്രത്തോടുകൂടി പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ അലീനയെ വിളിച്ച് രോഹിത്തിന്റെ റൂമിൽ കയറ്റി. അമ്മയുടെ കണ്ണു തള്ളി നിൽക്കുക കേട്ടോ. ഞാന് ജ്യൂസിലും മയക്കുമരുന്ന് കലർത്തി അവളെ കൊണ്ട് കുടിപ്പിച്ചു. അയ്യോ കമലയുടെ രക്തമൊക്കെ തിളയ്ക്കുന്നു. ചെവി കൂടി ഇങ്ങനെ പുകയൊക്കെ പോവാ കമലയ്ക്ക്. അയ്യോ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ കമല നിൽക്കുക കേട്ടോ. ബാക്കിയും കൂടെ പറയടാ എന്നും പറഞ്ഞോണ്ട് മനു. ഇവനന്നേരത്തേക്കും പറയാൻ പറ്റുമോ? ഞാനും രോഹിയും കൂടി അവളെ കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അമ്മയാണെങ്കിൽ പകുതി വീണു. അവള് എന്തിന് കയറി പിടിച്ചു അലീനെ അത് പറയടാ, തെളിച്ച് പറഞ്ഞു കൊടുക്കടാ എന്ന് മനു. അപ്പോഴും അമ്മ ഇങ്ങനെ എന്നും പറഞ്ഞ് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പറയടാന്ന് പറഞ്ഞു. ഇവനാണെങ്കിലോ അയ്യോ എന്നും പറഞ്ഞ് നിൽക്കുക. അപ്പൊ റേപ്പ് ചെയ്യാനാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്മ നടുങ്ങിപ്പോയി. എന്റെ പൊന്നുമോനെന്ന് വിളിച്ചോണ്ട് വന്ന അമ്മ ഞെട്ടിത്തരിച്ച് ഹരിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ആ അമ്മയുടെ ഉത്തരം മുട്ടിപ്പോയി. ആ അമ്മ കണ്ണും തള്ളി ഇങ്ങനെ നോക്കി നിൽക്കുക. പറയടാ, ബാക്കിയും കൂടെ പറയാൻ പറഞ്ഞു. നീയും രോഹിയും കൂടെ അവളെ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചപ്പോ ബാക്കി പറയടാ, വേഗം പറയടാന്നും പറഞ്ഞുകൊണ്ട് മനു ഇങ്ങനെ ഒച്ചത്തിൽ ഇവനോട് ഒച്ച വെക്കുക. അപ്പൊ അവൾ അവിടെ ഇങ്ങനെ ഒരു കത്രിക എടുത്ത് സ്വന്തം കുത്തി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്മ വായും പൊത്തിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അയ്യോ എന്നും പറഞ്ഞ് ചങ്കത്ത് കയ്യും വെച്ച് അമ്മ നിൽക്കുകയാണ്. കേട്ടല്ലോ നിങ്ങള്? മകനെ ലാളിച്ച് വഷളാക്കിയ പെറ്റ തള്ള കേൾക്കേണ്ട വാക്കുകളായത്. ശരിക്കും നിങ്ങൾ കേട്ടില്ലേന്ന് ചോദിച്ചു. പിന്നെ അവർക്ക് ഉത്തരവില്ല. തല നേർക്ക് നിന്നിട്ടുമില്ല, കുനിച്ച് തന്നെ നിന്ന് കരയുക.
അങ്ങനെ മനു അവരുടെ ഇവിടെ നോക്ക്, നിങ്ങൾ ഇവിടെ നോക്കാൻ പറഞ്ഞു. ഈ കമലയോട്, അമ്മയോടാ ഞാൻ പറഞ്ഞത് ഇവിടെ നോക്കാൻ. അങ്ങനെ നോക്കിക്കുക. തല കുനിച്ചു നിന്ന അമ്മേ, ഞാൻ ഇവനെ കണ്ടുപിടിക്കണം അല്ലേ എന്ന് മനു കമലയോട് ചോദിച്ചു. കമലയ്ക്ക് വല്ലതും ഉണ്ടോ പറയാൻ? കമലയ്ക്ക് മിണ്ടാട്ടം പോലും ഇല്ല. കമല ഇങ്ങനെ അന്താളിപ്പ് മാറാതെ നോക്കി നിൽക്കുക. അമ്മേ അമ്മേ, എന്നെ ഒരുപാട് തല്ലിയമ്മേ, എന്നെ തല്ലി കൊല്ലാറാക്കിയമ്മേന്നും പറഞ്ഞുകൊണ്ട് പറയാ ഹരി. അമ്മേ അമ്മ ഇത് കണ്ടില്ലേ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോ കമലയ്ക്ക് ഒന്നും പറയാനില്ല. കമല ഇങ്ങനെ സൈഡിലേക്ക് നോക്കി നിൽക്കുക. അലീന പോലീസിന്റെ അടുത്ത് സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഇതിന്റെ 10 ഇരട്ടി ലോക്കപ്പിൽ നിന്ന് കിട്ടിയേനെ നിനക്ക്. നീ പരാതി പറയുന്നോടാ റാസ്കളെന്നും ചോദിച്ചു മനു. ഇവൻ അന്നേരവും ഞാൻ ചെയ്ത് തെറ്റല്ലെന്നുള്ള രീതി നിൽക്കുക. ഇനി അമ്മ മോനെ മനസ്സിലാക്കിക്കോ, ഇനി അവളൊരു പരാതി പോലീസിന്റെ അടുത്ത് കൊടുത്താൽ അടുത്ത 10 വർഷം ഇവന്റെ ജീവിതം ജയിലിലാ, ഓർത്തോളാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് മനു തള്ളക്കിട്ടും കൊടുത്തു, മോനിട്ടും കൊടുത്തു. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്നും പറഞ്ഞു. അങ്ങനെ ഇവനെ പിടിച്ചൊരു വലിച്ചേറ് പറഞ്ഞിട്ട് നമ്മുടെ മനു അവിടുന്ന് അങ്ങ് ഇറങ്ങിപ്പോയില്ലേ. കമലയാണെന്നുണ്ടെങ്കിൽ ആ അന്താളിപ്പ് മാറാതെ ഇങ്ങനെ നിൽക്കുന്ന അവനിങ്ങനെ അയ്യോ പത്തോന്നും പറഞ്ഞുകൊണ്ട് തവള കിടക്കുന്നത് പോലെ ആ കട്ടിലേക്ക് കിടപ്പുണ്ട്. അമ്മ മകനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ. നല്ല സൂപ്പർ എപ്പിസോഡായിരുന്നു, ആരും മിസ് ചെയ്ത് കളയരുതേ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവരോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.